അങ്ങനെ നമ്മുടെ അലീന രോഹിത്തിനോട് യാത്ര പറയേണ്ടത്, രോഹിത്തിനോട് പറയേണ്ടത് അച്ഛനെ നേരെ നോക്കിക്കോളാൻ, അച്ഛനെ വിഷമിപ്പിക്കരുത്, അച്ഛൻ പറഞ്ഞതൊക്കെ കേൾക്കണം, ഓർമ്മ വെക്കണം, അച്ഛനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രോഹിത്താണെങ്കിൽ ഒക്കെ തല കുലുക്കി കേൾക്കുന്നുണ്ട്. അവനോട് പറയുന്നുണ്ട്, നീ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടല്ലോ, നീ ഇന്ന് നല്ല കുട്ടിയായിട്ടിരിക്കുന്നു, ആ വാക്ക് നീ പാലിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് സമാധാനത്തിൽ ഇറങ്ങി പോവാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും രോഹിത്തിനും വിഷമമുണ്ട്, അലീനയ്ക്കും വിഷമമുണ്ട്. അലീന ബാഗൊക്കെ എടുക്കുന്നുണ്ട്. ആ സമയത്ത് രോഹിത്ത് വണ്ടിയിൽ കൊണ്ടുപോയി വെക്കാൻ അവൻ അത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോൾ അവിടേക്ക് വരുന്നുണ്ട്. കൃഷ്ണമോൾ ഇങ്ങനെ ആണെങ്കിൽ വിഷമിച്ച് നിൽക്കുമ്പോഴേക്കാണ് അവിടുന്ന് ബബിത വാതിൽ തുറക്കുന്നത്. വേഗം അലീന ബബിതയോട് യാത്ര പറയാൻ ബബിത അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ബബിത പറയേണ്ടത്, എന്നോട് യാത്ര പറയാൻ വരണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് വേഗം ഉള്ളിൽ പോയിട്ട് വാതിലടയ്ക്കേണ്ട. ആ സമയത്ത് നമ്മൾ അലീനയ്ക്കാണെങ്കിൽ വല്ലാത്ത വിഷമമുണ്ട്. എന്തായാലും നമ്മുടെ കൃഷ്ണമോളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. കൃഷ്ണമോൾ പറയുന്നുണ്ട്, അലീന ചേച്ചി വിഷമിക്കേണ്ട, ബബിത ചേച്ചിയുടെ സ്വഭാവം ചേച്ചിക്ക് അറിയണതല്ലേ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നിനക്ക് എല്ലാം അറിയണതല്ലേ മോളെ, നീ അമ്മോട് ദേഷ്യപ്പെടുന്ന സമയത്ത് അമ്മേനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, അച്ഛൻ്റെ കൂടെ നിൽക്കണം, അച്ഛനെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുണ്ടെങ്കിലും ചേച്ചിയെ വിളിക്കാം, അണക്ക് ഞാൻ ഇവിടുന്ന് പോകണമെന്നേ ഉള്ളൂ, പക്ഷേ എൻ്റെ എല്ലാം ഇവിടെ തന്നെ, നിനക്ക് അറിയാലോ നീയും ഞാനുള്ള തമ്മിലുള്ള ബന്ധം അതാരെ കൊണ്ട് വെട്ടിമുറിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നീ എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോൾ ആയിക്കോട്ടെ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്, ചേച്ചി കൂടുതലൊന്നും പറയണ്ട, ഞാൻ കരഞ്ഞു പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ അലീന പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്തേക്ക് വരുന്ന സമയത്ത് ബബിതയോ എന്ന് ചോദിക്കേണ്ടത് നമ്മുടെ കൃഷ്ണമോളോട്. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ വീണ്ടും പോയിട്ട് ബബിതയെ വിളിക്കാൻ പോകുന്നുണ്ട്. ബബിത പറഞ്ഞു, ഞാൻ അപ്പളേ പറഞ്ഞില്ല എന്നോട് യാത്ര പറയേണ്ടത്, ഞാൻ എന്തായാലും പുറത്തേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ കൃഷ്ണമോളെ പറഞ്ഞയക്കേണ്ട. ആ സമയത്ത് നമ്മുടെ രോഹിത്ത് പറയുന്നുണ്ട്, ഇനി അവൾ വരുന്നുണ്ടാവില്ല, ചേച്ചി പോകാൻ നോക്കിക്കോ എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ ബാലചന്ദ്രൻ അപ്പോഴേക്കും പറയുന്നുണ്ട്, വായോ കുറേ ദൂരം യാത്ര പോവാണ്ട്, വേഗം ഇറങ്ങാൻ നോക്ക്, അവൾ വരുന്നുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ അലീന വണ്ടിയിലൊക്കെ കയറുന്നുണ്ട്, എല്ലാവരോടും യാത്രയൊക്കെ പറയുന്നുണ്ട്. അലീന വണ്ടി കയറുന്നുണ്ട്, ബാലചന്ദ്രൻ സീറ്റ് ബെൽറ്റൊക്കെ ഇടാൻ പറഞ്ഞിട്ട് നമ്മുടെ അലീനയും ബാലചന്ദ്രനും യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ ഓടി വന്നിട്ട് ബബിതോട് പറയുന്നുണ്ട്, ചേച്ചി അലീന ചേച്ചി പോയി പറയുന്നത്. ആ സമയത്ത് അതിന് ഞാൻ എന്താ വേണ്ടത്, ചേച്ചി കരയാണോ എന്ന് പറഞ്ഞു. ഞാൻ കരയൊന്നുമല്ല, പൊടി അവിടുന്ന്, ചേച്ചി എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് പറയുന്നത്. ആ സമയത്ത് ബബിതയ്ക്കാണെങ്കിൽ വിഷമം സഹിക്കാൻ പറ്റാതെ ബബിത ഒരു കളിപ്പാട്ടെടുത്ത് അവളുടെ മുഖത്തേക്ക് കയറിയിട്ടുണ്ട്. നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ സങ്കടപ്പെട്ടിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും എല്ലാവരും നല്ല വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മളെ വണ്ടിയിൽ പോകുന്നുണ്ട്, നമ്മുടെ അലീനയും ബാലചന്ദ്രനും കൂടി പോകുന്ന സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കേണ്ട അലീനോട്, മോൾക്ക് ഇത്ര വിഷമമാണെങ്കിൽ നിന്നോട് ഇപ്പോൾ ഇവിടുന്ന് ആരാ പോവാൻ പറഞ്ഞ്, നീ തന്നെ അല്ലേ പോകണം എന്നുള്ളത് തീരുമാനം എടുത്ത്, നീ ഇപ്പം എന്തിനെങ്ങനെ വിഷമിക്കണമെന്ന് ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, അച്ഛൻ എനിക്ക് പോയല്ലേ പറ്റൂ, എൻ്റെ സാഹചര്യം എന്താണെന്ന് അച്ഛന് അറിയാമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ പോയി അപ്പോൾ ആരാ മോളെ ജയിക്കുക, വൈജയന്തിക്ക് തൽക്കാലമുള്ള ജയം കിട്ടുന്നല്ലാതെ ഇവിടെ ആർക്കും ഒരു സന്തോഷം കിട്ടാൻ പോകണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, എനിക്കിവിടെ ഞാൻ വരുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല അച്ഛ, പക്ഷേ ഞാൻ എൻ്റെ അമ്മയെ മാത്രം കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരുന്നത്, പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് എല്ലാവരെയും കിട്ടി, അച്ഛനെ കിട്ടി, അച്ഛൻ ഓരോരുത്തരോടും എൻ്റെ മകളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന സമയത്ത് എൻ്റെ മുഖത്ത് നോക്കി എന്തൊരു സന്തോഷം ഇപ്പം അത് പറയുമ്പോഴും കൂടി എന്ന് പറയുന്നുണ്ട്. വെറുതെ അല്ല ബബിത എന്നോട് പറഞ്ഞിരുന്നു, നീ എൻ്റെ മാനസപുത്രിയാണെന്നല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ അലീന പറയുന്നുണ്ട്, ഞാൻ എന്തായാലും പോട്ടെ, ഞാൻ ഇവിടെ നിന്നിട്ട് മാഡത്തിന് വല്ലാതെ വിഷമം ഉണ്ടാക്കും, നല്ലത് ഒരു കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ബാലചന്ദ്രനോട് അലീന പറയുന്നുണ്ട്, അച്ഛൻ സന്തോഷമായിട്ടിരിക്കണം, എന്നാലാണ് നമ്മുടെ കുടുംബം സന്തോഷമായിട്ട് മുന്നോട്ട് പോകുള്ളൂ, അച്ഛൻ്റെ അത് മാത്രമേ എനിക്കൊരു വിചാരമുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ബാലചന്ദ്രനും പൊട്ടിക്കരയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ഗംഗേട്ടനും ശിവനെയാണ്. ആ സമയത്ത് ഗംഗേട്ടൻ പറയണത്, ഇനി എന്താ വൈദ്യുത കാര്യത്തിൽ തീരുമാനിക്കുക ചോദിക്കേണ്ടത്. ആ സമയത്ത് ശിവൻ പറയണം, നമ്മൾ എന്ത് പറയണം, അവൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അതിനും ഭേദം നമ്മൾ ബാലചന്ദ്രൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഒരു ചെവി കൂടെ കേട്ടിട്ട് മറ്റേ പുറത്ത് കൂടെ വിടുകയായിരിക്കും നല്ലത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അപ്പോൾ ശിവൻ പഠിത്തമൊന്നും പോകണില്ലേ ഗൾഫിലേക്ക് ചോദിക്കേണ്ടത്. ഇല്ല, എനിക്കിപ്പോൾ ഹരിഡബിൾ പ്രശ്നമല്ലേ, അത് തീർക്കാതെ ഞാൻ എങ്ങനെ പോവാനാ, അപ്പോഴേക്കും അവിടെ ജോലി ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ച് പോവാം, അല്ലെങ്കിൽ പിന്നെ ഇനി ഇവിടെ തന്നെ നാട്ടിൽ തന്നെ നിൽക്കണം എന്ന് പറയുന്നത്. ആ സമയത്ത് ഗംഗേട്ടനോട് പറയും, നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് ജോലി അവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ഗംഗേട്ടൻ പറയും, ജോലി അവിടെ തന്നെ ഉണ്ട്, പക്ഷേ എൻ്റെ ഭാര്യ എപ്പോഴാണ് തെറ്റിപ്പോവാന്ന് അറിയില്ല, അപ്പോൾ അവൾക്ക് ഓരോ തിരക്കാവുകൊണ്ട് പ്രശ്നമില്ല, പക്ഷേ ഇനി എന്താ ഉണ്ടാവുക എന്നറിയില്ല. ആ സമയത്ത് നമ്മുടെ ശിവൻ പറയുന്നത്, ഇനി ഞാൻ ഗംഗേട്ടനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കില്ല, ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ രാജീവിനെ വിളിച്ചോളാം എന്നൊക്കെ പറയുന്നത്. ആ സമയത്താണ് നമ്മൾ കമല ഓടി വന്നിട്ട് പറയേണ്ടത്, അലീന വീട്ടിൽ നിന്ന് പോയിത്ര എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ഗംഗേട്ടൻ ചോദിക്കേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞതെന്ന് പറയുമ്പോൾ, എന്നെ രഞ്ജു വിളിച്ചിരുന്നു, ബബിത രഞ്ജുവിനെ വിളിച്ച് പറഞ്ഞു ഇത്ര എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് എന്തായാലും വേണ്ടില്ല, എനിക്ക് സന്തോഷമായി, എൻ്റെ കുടുംബം രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ശിവൻ ചോദിക്കുന്നത്, നിൻ്റെ കുടുംബത്തിന് ഇപ്പോൾ എന്താ പ്രശ്നം, അവൾ കാരണം എല്ലാ പ്രശ്നം ഉണ്ടായത്, ഹരി ജയിലിൽ പോയതും എല്ലാം അവൾ കാരണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഗംഗേട്ടൻ പറയുന്നത്, എന്ത് അവൾ ചെയ്തത്, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അവൾ പാവം എന്താ ചെയ്തതെന്ന് പറഞ്ഞു. ആ സമയത്ത് കമല പറയുന്നുണ്ട്, ഇനി എന്തായാലും വേണ്ടില്ല, ഞാനിതൊന്നും ആഘോഷിക്കട്ടെ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ശിവൻ പറയുന്നുണ്ട്, അവൾക്ക് 2 ചെകിടത്തിൽ കൊടുക്കാൻ വയ്യാഞ്ഞിട്ടല്ല, പിന്നെ അതിൻ്റെ പിന്നിൽ ഞാൻ നടക്കേണ്ടി വരും, അവൾ കാരണം ഹരി ഇങ്ങനെ നാശമായതെന്നൊക്കെ പറയുന്നുണ്ട്. അത് പോട്ടെ, ഇനി നമ്മൾ എന്താ വൈദ്യുത കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതെന്ന് പറയുന്നത്. എന്തായാലും വൈദ്യുയോട് സംസാരിച്ചാൽ നോക്കാമെന്ന് പറയുന്നത് നമ്മുടെ ഗംഗേട്ടൻ. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കേണ്ടത്. ഇതുപോലെ എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.